ഇന്ന് എന്നെ എൻ്റെ ഒരു ക്ലയന്റ് വിളിക്കുകയുണ്ടായി. എഗ് ഡൊണേഷനെ പറ്റി ഒരുപാട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടായിരുന്നു ചേച്ചി എന്നെ വിളിച്ചത്. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ചേച്ചിയുടെ ആദ്യത്തെ സംശയം, എഗ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും ഹാംഫുൾ എഫക്ട്സ് ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു. ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഓവുലേഷൻ നടക്കാറുണ്ട്. 28 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആവുന്ന ഒരു സ്ത്രീയില് ഏകദേശം 14ാമത്തെ ദിവസം ആകുമ്പോൾ നമ്മളുടെ ഓവറിയിൽ നിന്ന്, അണ്ടത്തിൽ നിന്നും ഓരോ എഗ്ഗ് വെച്ച് റിലീസ് ആവും, ഉട്രസിലേക്ക് പതുക്കെ റിലീസ് ആവും. ഇതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇതിനെ സഹായിക്കുന്നത് പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന 2 ഹോർമോണുകളാണ്, FSH ആൻഡ് LH എന്ന് പറയുന്ന ഹോർമോണുകൾ. ശരിക്കും ഈ ഹോർമോണുകളാണ് എഗ്ഗ് റിലീസ് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഒരു എഗ്ഗ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരാളിൽ ഈ ഒരു ഒറ്റ ഓവം മാത്രം റിലീസ് ചെയ്തിട്ട് കാര്യമില്ല, മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഓവംസ് ഒരേ സമയം മച്യൂർ ആവുകയും അതെല്ലാം ഒരുമിച്ച് റിലീസ് ആവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓവുലേഷനെ സഹായിക്കുന്ന ഹോർമോണ് കൂടിയ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത്, FSH ഉം LH ഉം ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് തുടർച്ചയായിട്ട് ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ ഇൻഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്തു എന്ന് വരാം. അതിനുശേഷം ഇവരുടെ ഓവുലേഷനും കൂടെ ട്രാക്ക് ചെയ്യും. പിന്നീടാണ് എഗ്ഗ് കളക്ട് ചെയ്യുന്നത്. ഈ ഒരു എഗ്ഗ് റിട്രീവലിനോടനുബന്ധിച്ച് എന്തെങ്കിലും റെസ്റ്റിന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ജോലിയിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളതായിരുന്നു ചേച്ചിയുടെ അടുത്ത സംശയം. ശരിക്കും ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഏകദേശം 15 തൊട്ട് 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഈ ഒരു ഡോണറിന് ഉണ്ടായിരിക്കുന്നില്ല. ഈ ഒരു എഗ്ഗ് കളക്ട് ചെയ്യുന്നതിന് മുൻപോ ശേഷമോ ഒന്നിനോടും ഒരു റെസ്ട്രിക്ഷനും എടുക്കേണ്ടതായിട്ടില്ല ഡോണറിന്. ചില കേസുകളിൽ മാത്രം ചെറിയ രീതിയിൽ അബ്ഡോമിനൽ ക്രാംസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം സാധാരണ പോലെ തന്നെ ഈ ഒരു ഡോണറിന് ജോലിക്ക് പോവുകയും ജോലി ചെയ്യുകയും ചെയ്യാവുന്നതാണ്.